നമസ്കാരം. ഏകദേശം ഒരാഴ്ച മുമ്പ് എയർ ഇന്ത്യയുടെ ജീവനക്കാർ ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയ വാർത്ത നമ്മളെല്ലാവരും പത്രങ്ങളിൽ നിന്നും മറ്റ് ചാനലുകളിൽ നിന്നും എല്ലാം വായിച്ചല്ലോ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായതും നമ്മൾ കണ്ടു. പിന്നീട് സർക്കാർ നേരിട്ട് ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷം അത് ഒത്തുതീർപ്പാവുന്നതും തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ആ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയട്ടെ, ഇൻഡിവിജ്വലി എയർ ഇന്ത്യയുടെ ഈ വിഷയത്തിൽ എന്താണ് പ്രശ്നമെന്നോ ആരുടെ ഭാഗത്താണ് നീതിയെന്നോ ഉള്ള കാര്യത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ അറിവില്ല, അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. ഇൻഡിവിജ്വൽ കേസ് ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നൽ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സമരോപാധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം ഒരു സമരോപാധിക്ക് ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളുടെ പോലെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെയും എടുക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പണിമുടക്കുകൾക്കെതിരെയല്ല ഞാൻ പറയുന്നത്, മിന്നൽ പണിമുടക്കുകൾക്കെതിരെയാണ്. പെട്ടെന്ന് ഒരു സമയത്ത് ഞങ്ങളിനി ഞങ്ങളുടെ സേവനം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആരായിരുന്നാലും, അത് ഏത് പ്രൊഫഷനിൽ വെച്ച് ചെയ്താലും, ഞങ്ങളുടെ പ്രൊഫഷനിൽ ഡോക്ടേഴ്സ് ചെയ്താൽ പോലും, പ്രൈവറ്റ് ബസ്സുകാർ ചെയ്താലും, എയർ ഇന്ത്യക്കാർ ചെയ്താലും, ആര് ചെയ്താലും ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. സഡനായിട്ട് ഒരറിയിപ്പുമില്ലാതെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേഖലയിൽ ആ സേവനം ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കൺസ്യൂമേഴ്സിന് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഈ തൊഴിലുടമയും ഇവരും ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിൽ, അല്ലെങ്കിൽ സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഒരു രീതിയിലും ഭാഗമല്ലാത്ത, ഓരോ തൊഴിലിൻ്റെയും പ്രൈമറി ലക്ഷ്യമായ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ എല്ലാ തൊഴിലിൻ്റെയും ഒരു പ്രധാന ലക്ഷ്യം. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട്, ഒരു രീതിയിലും അവർ പ്രിപ്പയർഡ് അല്ലാത്ത രീതിയിലൊരു ബുദ്ധിമുട്ട് അവർക്കെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് ഒട്ടും ഒരു അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല. പണിമുടക്കുകളാവാം, ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പണിമുടക്കുകളാവാം. അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടല്ല, ചർച്ചകൾക്കും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം ശേഷം മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ചില സമയങ്ങളിൽ പണിമുടക്ക് വേണ്ടി വരും. അതൊരു സത്യം തന്നെയാണ്. ഒരിക്കലും പണിമുടക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു നടക്കാത്തൊരു ഐഡിയലിസമായി പോകും. പക്ഷേ മിന്നൽ പണിമുടക്കുകൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇപ്പം അന്ന് തന്നെ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു കേസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സ്ത്രീയുടെ ഭർത്താവ് ഒമാനിലായിരുന്നു, അദ്ദേഹം ICUലായിരുന്നു. എന്തോ മേജർ രോഗമായിട്ട് മരണത്തെ മുന്നിൽ കണ്ടിരിക്കുകയായിരുന്നു. അവസാനമായിട്ട് ഈ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ കാണാൻ പോകാൻ പറ്റിയില്ല. എയർ ഇന്ത്യ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. ഈ മിന്നൽ പണിമുടക്ക് കാരണം ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇവിടെ പിന്നൽ പണിമുടക്ക് നടത്തിയ ജീവനക്കാർക്ക് ഇതിലൊരു ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞൊരു കേസ്. ഇതുപോലെ എത്രയോ പേരുടെ യാത്രകളും എന്തെല്ലാം കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സമരം ഉണ്ടായ സ്ഥിതിക്ക് ഇന്നത്തെ കാലത്ത് 2024 നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ടിക്കറ്റ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് അവർക്ക് ആ പൈസ റീഫണ്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലെങ്കിലും പോകാൻ കഴിയുമായിരുന്നു. അത് സമയത്ത് ചെയ്യാതിരുന്ന എയർ ഇന്ത്യ മാനേജ്മെൻറ്റും ഇതിന് ഉത്തരവാദികളാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളുടെ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് പേര് റീഫണ്ട് ചെയ്യാനൊന്നും വലിയ സമയം എടുക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഒരു വലിയൊരു സ്ഥാപനത്തിന് ഒന്നുമല്ല, അല്ലേ? അതുണ്ടായില്ല. നഷ്ടമുണ്ടായത് ആ വ്യക്തിക്കാണ്. ഇതുപോലെ അറിയപ്പെടാത്തതുമായ എത്രയോ കേസുകൾ. മിന്നൽ പണിമുടക്കിനെതിരെ നമ്മുടെ സമൂഹ മനസ്സാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. നിയമപരമായിട്ടും ലീഗലിയും ഇതിനെതിരെ എന്തെങ്കിലും ഒരു ഇത് വേണം ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. മിന്നൽ പണിമുടക്ക് നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ടുണ്ടായ നഷ്ടത്തിൽ നികത്താൻ കഴിയുന്നവെങ്കിലും ഇതിനിറങ്ങി പുറപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചുമത്താനുള്ള എന്തെങ്കിലും നിയമം ഉണ്ടാവേണ്ടതാണ്, അല്ലേ? ഇത് ഒരു തരം വെല്ലുവിളിയാണ്, ഒരു തരം ഭീഷണിയാണ്, ഒരു തരം ഫ്ലക്സിങ് ദ മസിൽസ് ആണ്. ഞങ്ങൾക്കൊരു സേവനം ചെയ്യാൻ കഴിവുണ്ട്, അത് മുടക്കിക്കൊണ്ട് ഞങ്ങൾ വിലപേശുന്നു എന്നുള്ള രീതി, അതിനോട് യോജിക്കാൻ കഴിയില്ല. പ്രൈമറി ആവശ്യം ന്യായമായിരിക്കാം, അന്യായമായിരിക്കാം, അത് വേറെ വിഷയം. പക്ഷെ അതിന് ഉപയോഗിക്കേണ്ട ഒരു മാർഗം എന്ന നിലയിൽ ഇത് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അതിന് സിക്ക് ലീവ് പോലെ ഒരു മെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യമാണ് അതിന് ഉപയോഗിച്ചെന്നുള്ളത് കൂടുതൽ നിരാശാജനകമാണ്. കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റും സിക്നസ് ലീവും തുടങ്ങിയ കാര്യങ്ങൾ വളരെ കാലമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഡോക്ടേഴ്സും വരുന്ന ആൾക്കാരും എല്ലാവരും ഇതിൽ കുറേയൊക്കെ പങ്കാളികളാണ് എന്നുള്ളത് പറയാതിരിക്കുന്നില്ല. യഥാർത്ഥ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സിക്ക് ലീവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ പലതിനും കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം കൂടി ഇതിലിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കഴിയതും ഇത്തരം ചർച്ചകൾ, തൊഴിൽ പ്രശ്നങ്ങളെല്ലാം സമരത്തിലേക്ക് പോവാതെ തന്നെ നേരത്തെ സെറ്റിലാവുന്ന രീതിയാണ് അഭികാമ്യം. അത് ബുദ്ധിമുട്ടാണെങ്കിലും അതാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം നടത്തി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആവശ്യത്തിന് ന്യായമനുസരിച്ചായിരിക്കണം. അല്ലാതെ സമരം ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ശക്തിയായാണ് സമരം ചെയ്യുന്നത്, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സംഘടനാബലം സമരം ചെയ്യുന്ന സംഘടനകൾക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആവരുത് അവിടെ മാനദണ്ഡം. അവിടെ ആവശ്യത്തിന് നീതിയുക്തത, ന്യായമായിരിക്കണം. ഇതെല്ലാം പറയാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുകയെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരൊറ്റ കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ.
ബന്ദ് മുടക്കിയപ്പോൾ ഹർത്താൽ വേറെ പേരിൽ വന്നു. 7 ദിവസത്തിന് മുമ്പ് പണിമുടക്കിന് ഹർത്താലിനൊക്കെ നേരത്തെ അത് പറയണമെന്ന് നിയമമുണ്ട്. ഇപ്പോഴും പല പേരിൽ ഒളിഞ്ഞും തെളിഞ്ഞും മിന്നൽ ഹർത്താലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒന്നും മാറുന്നില്ല. ഇതിനൊരു മാറ്റം കാണേണ്ടതാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നിയമം കൂടുതൽ ശക്തമാവുക തന്നെ വേണം. പക്ഷെ ഇതൊരു നിരാശാജനകമായൊരവസ്ഥയാണ്. ഈ ഒരൊറ്റ കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സഡൻ സ്ട്രൈക്സ് ആർ നോട്ട് അക്സെപ്റ്റബിൾ അറ്റ് ഓൾ എന്നുള്ള കാര്യം മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഈ ഒരൊറ്റ കാര്യമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളും തീർച്ചയായിട്ടും ചിന്തിക്കുക.